ഞാനിപ്പോൾ ഒരു പടക്കം തന്നാൽ അത് പൊട്ടിക്കാൻ ധൈര്യമുള്ള ആർക്കാണ്? പട്ടേന്ന് ചോദ്യങ്ങൾ വരും. നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഗഹനമായിട്ടൊന്നും പറയണ്ട. ശരിയോ തെറ്റോ എന്ന് എന്നോട് കൃത്യമായിട്ട് പറയണം. അപ്പോൾ ആദ്യം ഞാൻ മിഥുനോട് തന്നെ ചോദിക്കാം. റെഡി? ഹൃദയത്തിന് ക്യാൻസർ ബാധിക്കില്ല. ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ 18 വയസ്സ് കഴിയണം. ശരി. ക്രൂഡ് ഓയിലിൽ നിന്നാണ് പെട്രോൾ ഉണ്ടാക്കുന്നത്. ശരി. ഒരിക്കലും വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ജീവികളാണ് കങ്കാരുവും എലിയും. തെറ്റ്. സഹ്യന്റെ മകൻ എന്നറിയപ്പെടുന്നത് കടുവയാണ്. ശരി. മോൻ പറഞ്ഞതിൽ എത്ര എണ്ണമാണ് ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഹൃദയത്തിന് ക്യാൻസർ ബാധിക്കില്ല. ചോദ്യത്തിന് മിഥുൻ പറഞ്ഞ ഉത്തരം തെറ്റ് എന്നാണ്. എന്നാൽ അത് ശരിയാണ്. ഹൃദയ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ക്യാൻസർ ഇല്ല. ഹൃദയത്തിന് ക്യാൻസർ ബാധിക്കില്ല. ഓക്കെ. അടുത്ത ഞാൻ ചോദിച്ചത് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ 18 വയസ്സ് കഴിയണം. അതാണ് എൻ്റെ ചോദ്യം. ശരി എന്നാണ് മിഥുൻ പറഞ്ഞത്. എന്നാൽ അത് തെറ്റാണ്. ഒളിമ്പിക്സിന് അങ്ങനെ ഒരു നിയമമില്ല. 18 വയസ്സിൽ താഴെയുള്ളവനും യോഗ്യത, അതായത് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയുണ്ട്. അത് നേടിക്കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിടികിട്ടിയോ? അപ്പൊ അത് തെറ്റാണ്. മൂന്നാമത് ഞാൻ ചോദിച്ചത് ക്രൂഡ് ഓയിൽ പെട്രോളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതിന് മോൻ പറഞ്ഞ ഉത്തരം ശരിയെന്നാണ്. ഉത്തരവും ശരിയാണ്. 10 മാർക്ക് കിട്ടി. അതെ, ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് അസംസ്കൃതമായ എണ്ണയാണ്. അത് സംസ്കരിച്ചിട്ടാണ് പെട്രോളും ഡീസലും മണ്ണെണ്ണ വരെയുള്ള സാധനങ്ങൾ, ടാർ വരെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. നാലാമത് ഞാൻ ചോദിച്ച ചോദ്യം ഒരിക്കലും വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ജീവികളാണ് കങ്കാരുവും എലിയും. അതിന് മോൻ തെറ്റെന്ന് പറഞ്ഞു. തെറ്റ് തന്നെയാണ്. അതിന് 10 മാർക്ക് കിട്ടി. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ കങ്കാരു എലി എന്ന് പേരുള്ളൊരു ജീവിയുണ്ട്. അതൊരു അമേരിക്കയിലൊക്കെ ഉള്ളൊരു എലിയാണ്. ആ ജീവിക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. അതത് തിന്നുന്ന ധാന്യങ്ങളിൽ നിന്നും ചെടികളുടെ വിത്തുകളിൽ നിന്നുമുള്ള ജലാംശം എൻ്റെ ശരീരത്തിൽ കിട്ടുന്നത് കൊണ്ട് കങ്കാരു എലി എന്ന് പറയുന്ന ജീവി വെള്ളം കുടിക്കാറില്ല. പക്ഷെ കങ്കാരുവും എലിയും ജീവിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. അഞ്ചാമത് ഞാൻ ചോദിച്ച ചോദ്യം സഹ്യന്റെ മകൻ എന്നറിയപ്പെടുന്നത് കടുവയാണ് എന്ന് പറഞ്ഞു. മോനത് ശരി എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. സഹ്യന്റെ മകൻ എന്ന് പറയുന്നത് ആനയാണ്. അപ്പോൾ ഈ റൗണ്ടിൽ മോന് കിട്ടിയ മാർക്ക് 10 ഉം 10 ഉം 20 മാർക്കാണ്. മിഥുൻ 20 മാർക്ക് മേടിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കാൻ പോകുന്നത് മോളോടാണ്. മോള് മാലപ്പടക്കത്തിന് തയ്യാറായി അടിക്കുക. ശരിയോ തെറ്റോ എന്ന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. വേറൊന്നും പറയണ്ട. മുള പൂത്താൽ നശിച്ചു പോകാറുണ്ട്. തെറ്റ്. ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ഗവർണർ എന്ന് 3 ഭാഷകളിൽ അച്ചടിച്ചിട്ടുണ്ട്. ശരി. സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ കോശങ്ങളെക്കാൾ കൂടുതൽ ബാക്ടീരിയകൾ ഉണ്ടായിരിക്കും. തെറ്റ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും മെസ്സി ഇപ്പോഴും വിരമിച്ചിട്ടില്ല. തെറ്റ്. ബ്രെയിൻ ഫുഡ് എന്നറിയപ്പെടുന്നത് പ്രഭാത ഭക്ഷണമാണ്. ശരി. ശരിയോ തെറ്റോ എന്ന റൗണ്ടിൽ ഗൗതമി എത്ര മാർക്ക് മേടിച്ചിട്ടുണ്ട് എന്ന് പുരുഷു ഇപ്പൊ നമ്മളോട് പറയും. ഗൗതമിയോട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം മുള പൂത്താൽ നശിച്ചു പോകാറുണ്ട്. ഗൗതമി പറഞ്ഞു അത് തെറ്റാണ്. എന്നാൽ അത് ശരിയാണ്. പൂത്താൽ നശിക്കുന്ന സസ്യമാണ് മുള. മുള, വലിയ മുള, കാടൊക്കെ എപ്പോഴത് പൂക്കുന്നോ ആ പൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് കഴിഞ്ഞു, അത് വാടിപ്പോവും. അങ്ങനെയാണ് മുളയുടെ ഒരു പ്രത്യേകത. രണ്ടാമത് ഞാൻ ചോദിച്ചത് ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ഗവർണർ എന്ന് 3 ഭാഷകളിൽ അച്ചടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതമി ശരി എന്ന് പറഞ്ഞു. എന്നാൽ ഉത്തരം തെറ്റാണ്. ഗവർണർ എന്ന് 2 ഭാഷകളിലെ ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ അച്ചടിച്ചിട്ടുള്ളൂ. ഏതാണാവോ ആ 3ാമത്തെ ഭാഷ? ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇനി മലയാളത്തിൽ ഗവർണർ എന്ന് എഴുതിയിട്ടുണ്ടോ? പക്ഷേ എത്ര സംഖ്യയുടെ നോട്ടാണെന്ന് 10-15ഓളം ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. 16ഓളം ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഗവർണറിൻ്റെ ഒപ്പം 2 ഭാഷയിലേ എഴുതിയിട്ടുള്ളൂ. മൂന്നാമത് ഞാൻ ചോദിച്ചു സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ കോശങ്ങളെക്കാൾ കൂടുതൽ ബാക്ടീരിയകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം നന്ദിനി അത് തെറ്റാണെന്ന് പറഞ്ഞു. എന്നാൽ ആ ഉത്തരം ശരിയാണ്. അപ്പോൾ അതും തെറ്റിപ്പോയി. ഗൗതമി, പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് മനുഷ്യ ശരീരത്തിൽ കോശങ്ങളെക്കാൾ 10 ഇരട്ടി ബാക്ടീരിയകളുണ്ട് എന്നാണ്. പക്ഷെ ഇപ്പോൾ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് കോശങ്ങളെക്കാൾ 1.3 ഇരട്ടി ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ്. അതായത് 10 കോശങ്ങളുണ്ടെങ്കിൽ 13 ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നുള്ളതാണ് കണക്ക്. മനുഷ്യ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ടെന്നറിയോ? കോശങ്ങൾ എന്ന് വെച്ചാൽ കോശങ്ങൾ, സെല്ല് വെച്ചാണ് ഹ്യൂമൻസിനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? 37 ട്രില്യൺ കോശങ്ങളാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ളത്. ട്രില്യൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഖ്യയാണ്. 1 എഴുതിയിട്ട് 12 പൂജ്യം ഇടണം 1 ട്രില്യൺ ആവണമെങ്കിൽ, കേട്ടോ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും മെസ്സി ഇപ്പോഴും വിരമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ മോളത് തെറ്റാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിയാണ്. മെസ്സി വിരമിച്ചു. അതിനുശേഷം പുള്ളി വീണ്ടും തിരിച്ചു വന്നു.
നമ്മൾ വിരമിച്ച വാർത്തയൊക്കെ പേപ്പറിൽ വരും. അതങ്ങനെയല്ല, കള്ളനെ പിടിച്ചു എന്ന് വരും, അവൻ പാവാന്ന് പറഞ്ഞ പേപ്പർ വരുമല്ലോ. പുള്ളി തിരിച്ചു വന്നു, ഒരു കളി ഇപ്പോൾ കളിക്കാൻ നിൽക്കുന്നു, അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്നു, എന്നിട്ടും അപ്പോൾ അതും തെറ്റി. ലാസ്റ്റ് ഞാൻ ചോദിച്ചത് ബ്രെയിൻ ഫുഡ് എന്നറിയപ്പെടുന്നത് പ്രഭാത ഭക്ഷണമാണ്. അത് മോള് ശരിയെന്ന് പറഞ്ഞു, ഉത്തരം ശരിയാണ്. ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മുടെ തലച്ചോറിന് ഏറ്റവും ആവശ്യമുള്ളത് രാവിലത്തെ ഭക്ഷണമാണ്. അപ്പൊ ഗൗതമിക്ക് എത്ര മാർക്ക് കിട്ടി? 10 മാർക്ക് കിട്ടി. ഇനിയാണ് നമ്മുടെ അടുത്ത കാൻഡിഡേറ്റിനോടുള്ള മാലപടകം. റെഡിയാണല്ലോ? ശരിയോ തെറ്റോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. രാത്രിയിൽ നായ്ക്കൾക്ക് കാഴ്ചശക്തി കൂടും. വാലിൽ വിഷം സൂക്ഷിക്കുന്ന ജീവിയാണ് തേള്. കടൽ കുതിരയുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് അച്ഛനാണ്. ആൺകടൽ കുതിര. മരമില്ലാത്ത സ്ഥലങ്ങളിൽ മഴ പെയ്യില്ല. ഭൂമിയിൽ ഏറ്റവും അധികം കാലം ജീവിച്ചിരുന്ന ജീവി ഒരു ചിപ്പിയാണ്. നന്ദലാല് കുറെ ശരിയും തെറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പുരുഷ പറയുന്നത് ശരിയായിരിക്കും എന്നാണ്. എന്റെ ആദ്യത്തെ ചോദ്യം, രാത്രിയിൽ നായ്ക്കൾക്ക് കാഴ്ചശക്തി കൂടും. തെറ്റ്. നിങ്ങളും തെറ്റെന്ന് തന്നെ പറഞ്ഞു, അത് ശരിയാണ്. കാരണം രാത്രിയാകുമ്പോൾ നമുക്ക് കാഴ്ചശക്തി ലൈറ്റ് പോയാൽ പോകും. പട്ടിക്ക് അപ്പോഴും കുറച്ച് കാണാവുന്നേ ഉള്ളൂ, അല്ലാതെ പട്ടിക്ക് കൂടുതലായിട്ട് ഒന്നും കൂടുന്നില്ല. നായ്ക്കളുടെ റെറ്റിനയിൽ പ്രകാശം തിരിച്ചറിയാനുള്ള കോശങ്ങളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ടാണ് രാത്രി നായ്ക്കളുടെ കണ്ണ് തിളങ്ങുന്നത്. പട്ടി എവിടെയും പോയി നമ്മുടെ കണ്ണിട്ട് നോക്കിയാൽ പച്ച കളറിലെ കണ്ണ് കാണുന്നില്ലേ? അതതിന് കോശങ്ങൾ കൂടുതലായതുകൊണ്ടാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണാനും പറ്റും കേട്ടോ. നമ്മളെക്കാളും നന്നായിട്ട് പട്ടിക്ക് എന്തായാലും കാണാൻ പറ്റും. അതുകൊണ്ട് രാത്രി പട്ടി കാണാൻ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല, ഓടിച്ചിട്ട് കടിക്കും. വാലിൽ വിഷം സൂക്ഷിക്കുന്ന ജീവിയാണ് തേൾ. ശരിയെന്ന് മോൻ പറഞ്ഞു, ഉത്തരം ശരി തന്നെയാണ്. 10 മാർക്ക് മോന് കിട്ടി. എല്ലാം ജീവികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അടുത്തത്, കടൽ കുതിരയുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് അച്ഛനാണ്. ആൺകടൽ കുതിരയാണ് എന്ന് ഞാൻ പറഞ്ഞു. മോൻ ശരിയെന്ന് പറഞ്ഞു, ഉത്തരം ശരിയാണ്. 10 മാർക്ക് അതിനെ കിട്ടി. പിന്നെ ഞാൻ ചോദിച്ചു, മരമില്ലാത്ത സ്ഥലങ്ങളിൽ മഴ പെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മോൻ ശരിയെന്ന് പറഞ്ഞു, എന്നാൽ അത് തെറ്റാണ്. അറബിക്കടലിലൊക്കെ മഴ പെയ്യുന്നില്ല. എവിടെ മരം ഉണ്ടായിട്ടാണോ? കടലിൽ മഴ പെയ്യുന്നുണ്ട്, മരങ്ങളില്ലാത്ത എവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യാൻ മരം വേണം, പക്ഷെ മരം ഇല്ലാത്ത സ്ഥലത്ത് മഴ പെയ്യും, മേഘം അങ്ങോട്ട് ചെല്ലും. ഓക്കെ. പിന്നെ ഞാൻ ചോദിച്ച ചോദ്യം, ഭൂമിയിൽ ഏറ്റവും കാലം ജീവിച്ചിരുന്ന ജീവി ഒരു ചിപ്പിയാണ് എന്ന് ഞാൻ പറഞ്ഞു. മോൻ തെറ്റെന്ന് പറഞ്ഞു, എന്നാൽ അത് ശരിയാണ്. ആ ചിപ്പിയുടെ പേര് മിങ് എന്നായിരുന്നു. 2006 ചൈനയിലാണ് ശാസ്ത്രജ്ഞന്മാർ ആ ചിപ്പിയെ കടലിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. അവർ കൊണ്ടുവന്ന സമയത്ത് അവർ ശാസ്ത്രീയമായിട്ട് നോക്കിയപ്പോൾ ആ ചിപ്പിക്ക് അന്ന് പ്രായം 507 വർഷം ഉണ്ടായിരുന്നു. അതിനെ പുറത്തെടുത്തില്ലെങ്കിൽ അത് ചാവൂലായിരുന്നു. പക്ഷെ പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പം തന്നെ അത് ചത്തുപോയി വലിയ ദിവസങ്ങൾക്കകം. വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയത് 1498 വാസ്കോഡ ഗാമ ആരാന്നറിയാമോ? കേരളത്തിൽ വന്ന ആദ്യ പോർച്ചുഗീസ്. അതെ, ആദ്യ യൂറോപ്യൻ യാത്രക്കാരാണ്. അയാൾ 1498 വന്നത്. എന്നാൽ ഈ മരിച്ചുപോയ മിങ് ജനിച്ചത് എപ്പോഴാണെന്നറിയാമോ? 1499. അപ്പൊ ജനിച്ചിട്ട് മരിച്ചത് 2006. എന്തു ആയുസ് അല്ലേ! എത്ര കാലം കടലിന്റെ അടി കിടന്നിട്ടുണ്ട് ആ ചിപ്പി. അപ്പൊ ആ ഉത്തരം കൂടെ കൂട്ടിയ മോന് മൊത്തം കിട്ടിയ മാർക്ക് 30 മാർക്ക്. മാലപ്പടക്കം എന്ന ഈ റൗണ്ടിൽ നമ്മളോടൊപ്പം മത്സരിക്കാൻ എത്തിയ മത്സരാർത്ഥികളിൽ ഒരാൾ കൂടി പുറത്തു പോകേണ്ടതായിട്ടുള്ള അവസ്ഥ ഇവിടെ സംജാതമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലാരാണ് സ്വാഭാവികമായിട്ടും ഇനി പുറത്തു പോകാൻ പോകുന്നത്? ഞാനാണല്ലോ. വരൂ. കേവലം 10 മാസം മാത്രമേ ഈ റൗണ്ടിൽ ഈ കുട്ടിക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. 2 ആണുങ്ങളായിരുന്നു കൂടെ. സ്വാഭാവികമായിട്ടും 2 ആണുങ്ങളോട് ഒരു പെൺകുട്ടി മത്സരിച്ചാൽ ചിലപ്പോഴൊക്കെ തോറ്റു പോകും. പക്ഷെ ഇതൊരു ചെറിയ തോൽവിയാണ്. ഇനി ഒരുപാട് ആണുങ്ങളെ ജയിച്ച് മുന്നിലേക്ക് പോകേണ്ട ഒരു കുട്ടിയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ ഈ സമയത്ത്? എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, അപ്പൂപ്പൻ, അമ്മാമ്മ, മാമ, ഇവർക്കൊക്കെ എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ടീച്ചറും എന്നെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തു. ഞാനിത് ടീച്ചറും ഫ്രണ്ട്സും ഒന്നുമില്ല. ഞാൻ പ്രൊഫൈൽ നോക്കി പറഞ്ഞത് മോള് നല്ലവണ്ണം ഹിന്ദി കവിത പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ടല്ലോ, പാടൂല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒരു 4 വരി ഹിന്ദി കവിത പാടിക്കുക ഇവിടെ എന്നിട്ട്. सिंहासन हिल उठे, राजवंशों ने ब्रिकुड़ी तानी थी, बूढ़े भारत में भी आई फिर से नई जवानी थी, कानपुर के नाना की मुँह बोली बहन छबीली दी, लक्ष्मीबाई नाम पिता की वह संतान अकेली दी, नाना के संग पढ़ती दी वह बर्ची ढाल कृपाण कडारी, उसकी यही सहेली दी, लक्ष्मी थी या दुर्गा थी,
वह स्वयं वीरता की अवतार। मोगैम्बो खुश हुआ। बहुत होशियारी से आपने इधर एक कविता खत्म किया है। अभी आपको सम्मान देने के वक्त आ जाए हुजूर, जाइए इसकी सम्मान लेके इधर आइए।